വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇപ്പൊ രാവിലെ തൊട്ട് നമ്മൾ രാവിലെ ഒരു 4:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. നമുക്ക് ഇവിടുന്ന് 10 മണിക്കാണ് ഫ്ലൈറ്റ്. നമ്മളിപ്പോ ഉള്ളത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇപ്പോഴെങ്കിലും വായ തുറക്കണം. അപ്പോൾ മിസ്റ്റർ എനിക്ക് ശയ്യാവുന്നുണ്ട്, കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ മാക്സിമം വ്ലോഗ് ചെയ്യാൻ ശ്രമിക്കും. അതാണ് എന്റെ ദൃഢനിശ്ചയത്തിലാണ് ഞാൻ വന്നത്. അപ്പോ നമ്മൾ കുറച്ച് ഏർലി ഇൻ ദ മോർണിംഗ് നമ്മളിവിടെ റീച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് 9:15 ബോർഡിംഗ് സ്റ്റാർട്ട് ആവുന്നത്. ഇപ്പൊ നമ്മൾ ലഗേജ് ചെക്കിനും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇരിക്കുകയാണ്. സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്ന് കളിക്കണം. അതാണ് ഇപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി. കാരണം ഒരുപാട് സമയമുണ്ട്. ഇപ്പൊ ഒരു 8 മണിയായിട്ടേ ഉള്ളൂ. 9:15 വരെ നമുക്ക് സമയമുണ്ട്. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ അപ്പൊ നമ്മൾ മറ്റേ ഇത് പറഞ്ഞില്ലല്ലോ, ഇനി നമുക്ക് പറയാം. അടുത്തോട്ട് വന്നോട്ടെ. ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ലക്ഷദ്വീപിലേക്കാണ് ഗൈസ് പോകുന്നത്. ലക്ഷദ്വീപ് ഞങ്ങളുടെ 2nd ആനിവേഴ്സറി പ്രമാണിച്ച് നമ്മൾ ലക്ഷദ്വീപിലേക്കാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ അപ്പുറം ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് നാണക്കേടാകുന്നുണ്ട്. പക്ഷെ ഇവിടെ അത്ര ആൾക്കാരില്ല, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ മൈക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇനി മൈക്ക് കണക്ട് ചെയ്ത് ഇങ്ങനെ പതുക്കെ പറഞ്ഞാൽ മതിയല്ലോ, അടുത്ത് വെച്ച് പറഞ്ഞാൽ മതി. അങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വ്ലോഗ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. പറയാറാണെങ്കിലും ഇവന്റെ ഒപ്പം പരിപാടി നടക്കൂല. ഞാൻ പക്ഷെ എടുക്കും. ഞാൻ പോവാണേ. ഞാൻ എന്തെങ്കിലും വാങ്ങിട്ട് വരാം. ഹോട്ടലിലെ കാര്യം പിന്നെ അറിയാലോ, കൊച്ചി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറെ ഷോപ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നോക്കാം എല്ലാം. ഷോപ്പ് ചെയ്യേണ്ടവർക്ക് ഷോപ്പ് ചെയ്യാം, നമ്മളെപ്പോലെ കാണേണ്ടവർക്ക് കാണാം. ഞങ്ങൾ വെറുതെ കാണാനാണ് നടക്കുന്നത്. ബിക്കോസ് എയർപോർട്ടിൽ എവറിത്തിങ് ഇസ് ടു എക്സ്പെൻസീവ്. നമ്മൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അയ്യോ, നൈക്കിന്റെ ഷോപ്പ്, നൈക്കിന്റെ സ്റ്റോർ കേറിയാലോ? ഭയങ്കര പൈസയായിരിക്കും അല്ലേ? എനിക്കറിയില്ല, ഞാനങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇതുവരെ ഷോപ്പ് ചെയ്തിട്ടില്ല. നമ്മുടെ ബോർഡിങ് ഇതുവരെ സ്റ്റാർട്ട് ആയിട്ടില്ല. ഒടുക്കത്തെ മഴയാണ് കേട്ടോ പുറത്ത്. നമ്മൾ വന്നിരുന്നപ്പോ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മളൊന്ന് കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഗേറ്റിന്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോ ഇപ്പൊ നിറയെ ആൾക്കാരാ. ഒരുപാട് ആളുണ്ട് ലക്ഷദ്വീപ് പോവാൻ. അല്ലേ പൊക്കുട്ടാ? ഞാൻ എന്തൊക്കെയോ റീലൊക്കെ എടുക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇവിടെ വന്നിട്ട് റീൽ എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഷൈയാവുന്നു. എന്താ അറിയില്ല, അപ്പൂട്ടൻ എനിക്ക് എടുത്തു തരാന്ന് പറഞ്ഞു. പക്ഷെ ഭയങ്കര ഷൈയാവുന്നു. ചിലപ്പോൾ ഇവിടുന്ന് അങ്ങ് പോകുമ്പോൾ ശരിയാവുമായിരിക്കും. കാരണം ഇവിടെ മൊത്തം മലയാളികളുണ്ട് കുറെ ആള്. അപ്പൊ മലയാളികൾ നമ്മളിങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാവുന്നു. കണ്ടോ, ഇത് നോക്കിയേ, ഇവിടെ മൊത്തം ആൾക്കാരാ. എനിക്കറിയില്ല, ഈ ട്രാവൽ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ സമ്മതിക്കണം. എങ്ങനെയാ ഇവര് സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് ഭയങ്കര മടിയാവുന്നു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എൻ്റെ കയ്യിൽ മൈക്ക് ഉണ്ട്. മൈക്ക് ഇതിലാണോ മറ്റേ ബാഗിലാണോ എന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ഫ്ലൈറ്റിലെത്തുമ്പോഴത്തേനും എടുക്കണം. അത് ചാർജ് ഉണ്ടോ ഇല്ലയെന്നും അറിയില്ല. അതാണ് പ്രശ്നം. ഫൈനലി നമ്മൾ ബോർഡ് ചെയ്തു കേട്ടോ. ഇത് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ബോർഡ് ചെയ്തു. ഇനി നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിലേക്ക് കാണിച്ചു തരാം. എനിക്ക് വിൻഡോ സീറ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര ഗ്ലൂമിയാണ്. സോ അതിൽ കാര്യമില്ല, നമുക്കൊന്നല്ലേ. അപ്പോ നല്ല കാഴ്ചകളൊക്കെ കാണുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഭയങ്കര ഗ്ലൂമിയാണ്. മഴയായതുകൊണ്ട് ഈ പാട്ടിന്റെ ഇടയിൽ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ബൈ. ലാൻഡിങ്ങിന്റെ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു പേടി വരും. അതുപോലെ എൻ്റെ ചെവി ഇങ്ങനെ അടഞ്ഞു പോകട്ടോ. അപ്പം ഞാൻ അപ്പൂനെ ഇങ്ങനെ മുറുക്ക പിടിച്ചിരിക്കുകയാണ്. ഇതിന്റെ മുന്നേ ഞാൻ ഫ്ലൈറ്റ് കയറിയപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നു. എനിക്ക് എന്തോ ഇങ്ങനെ ജെർക്കാവുമ്പോൾ ഭയങ്കര പേടിയാണ്. ഇങ്ങനെ മറ്റേ സിനിമയിലെ പോലെ അർജുൻ സൂക്ഷിച്ചിരുന്നോളൂ എന്ന് പറയുന്ന പോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് പക്ഷേ വിൻഡോ സീറ്റ് മുതലായില്ല. ഫുൾ ഫോഗി ആയതുകൊണ്ട് ഒന്നും കാണാനില്ല. ഇത് നമ്മുടെ കൊച്ചി താഴെ വിൻഡോ സീറ്റ്. ഞാൻ ഈ ഫ്രണ്ടിലുള്ള ചേട്ടന്റെ വിൻഡോ സീറ്റിൽ നിന്ന്
കട്ടെടുത്ത പോലെയാണ് ഞാൻ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായത്. കാരണം നമ്മളത് ഒട്ടും ക്ലിയർ ഇല്ല, ഒന്നും കാണുന്നില്ല. പിന്നെ വരാട്ടാ, എന്റെ ചെവിയെല്ലാം അടഞ്ഞു പോയി കണ്ടാ മേഘം. നമുക്ക് ഇവിടുന്ന് ആകെ 1.5 മണിക്കൂർ ട്രാവലേ ഉള്ളൂ, അങ്ങോട്ട് പെട്ടെന്ന് എത്തും. പക്ഷെ അപ്പോൾ കയറിയ പാടെ അപ്പോൾ അങ്ങ് ഉറങ്ങി കേട്ടോ. നമുക്ക് തലേദിവസം ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് പെട്ടെന്നുള്ള ട്രാവലും പിന്നെ രാവിലെ ഏർലി മോർണിംഗ് എണീറ്റ് വന്നതുകൊണ്ടൊക്കെ ഞാൻ പിന്നെ അവിടുന്ന് കൊച്ചി എത്തുന്ന വരെ നല്ല ഉറക്കം, കാരണം ബാക്കിൽ സുഖമായി കിടന്നുറങ്ങിയോണ്ട് ഞാൻ കുറച്ച് ഫ്രഷ് ആയിരുന്നു. അപ്പോൾ പിന്നെ ബോധം കിട്ട് ഉറങ്ങുന്നതായതുകൊണ്ട് അപ്പൂനെ ഞാനിങ്ങനെ കുത്തിച്ചാരി വെച്ച പോലെ ഇങ്ങനെ പിടിക്കണമായിരുന്നു. പിന്നെ ഞാനിങ്ങനെ എണ്ണിപ്പെറുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും ഞാൻ ഭയങ്കര ഔട്ട് ഓഫ് മൈൻഡ് ആയിരുന്നു. ബിക്കോസ് എനിക്ക് ആ ഒരു എൻ്റെ വിൻഡോ സീറ്റ് അങ്ങ് പോയതിൻ്റെ കലിപ്പാണ്. നല്ല വീഡിയോസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചാൽ അപ്പൂൻ്റെ സീറ്റിലാണ് ഞാൻ കയറിയിരുന്നത്. എന്നിട്ട് ആ സീറ്റ് മഞ്ഞ് മൂടിയ പോലെ എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണിത്. എന്നിട്ട് ഞാൻ മുന്നത്തെ ചേട്ടൻ്റെ വിൻഡോക്കേടെ ഉണ്ടോ ഇതൊക്കെ എടുത്തത്. കാണുന്നതാണ് നമ്മുടെ ലക്ഷദ്വീപിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ അവിടുത്തെ ലാൻഡിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ പഠിച്ചോനേ നിങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലാൻഡ് ആയത്. ഭയങ്കര അങ്ങ് ഇടുന്ന പോലെയാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അവരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കാരണം ആകെ 2 കിലോമീറ്റർ ആണ് എയർപോർട്ട്, ചെറിയ റൺ. ഹലോ, നമ്മള് ലക്ഷദ്വീപ് ലാൻഡായി. നമ്മൾ വന്ന ഫ്ലൈറ്റ് എന്താ ബാക്കില്. അപ്പൊ ഇനി നമ്മളിവിടെ പിക്ക് ചെയ്യാൻ വേണ്ടി വരും. എന്റെ ദൈവമേ, ഒടുക്കത്തെ വെയിൽ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെയില്, ഒടുക്കത്തെ ചൂട്. ഓപ്പോസിറ്റ് എനിക്ക് കണ്ടു കാണുന്നില്ല കേട്ടോ, പറയാൻ എനിക്കൊന്നും മനസ്സിലാവില്ല. ഭയങ്കര കാറ്റും ഭയങ്കര ചൂടുമാണ്. ഞാന് മുന്നിൽ തന്നെ കടലാട്ടാ, ആ കാണുന്നത് കടലാണ്. കടലിന്റെ നടുക്കൊരു എയർപോർട്ട് അങ്ങനെയാണ് ഉള്ളത്. ഈ ഒരൊറ്റ ഫ്ലൈറ്റേ ഉള്ളൂ ഇവിടെ, നമ്മൾ കുറച്ച് ആളുമേ ഉള്ളൂ. എന്തായാലും നമ്മളെ പിക്ക് ചെയ്യാൻ നമ്മുടെ ഗൈഡ് വരുമായിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്തു. നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് കേട്ടോ ലക്ഷദ്വീപ് എയർപോർട്ട്. കുഞ്ഞ് എയർപോർട്ടാണേ, കുട്ടി എയർപോർട്ടാ. ഇതാ നമ്മൾ വന്ന ഫ്ലൈറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇനി എപ്പോഴാണ് അടുത്ത ഫ്ലൈറ്റ് എന്ന് അറിയില്ല. ഇതാണ് നമ്മൾ വന്ന ഇൻഡിഗോന്റെ ഫ്ലൈറ്റിലാണ് നമ്മൾ വന്നത്. ഇതാ ഒറ്റ കുഞ്ഞ് എയർപോർട്ട്, പക്ഷെ നല്ലൊരു ഭയങ്കര വെയിലാട്ടോ, പക്ഷെ അത്ര ചൂടില്ല. ബിക്കോസ് ഇതായതുകൊണ്ടാണെന്ന് തോന്നുന്നു, കടലിന്റെ തൊട്ടല്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. എനിക്ക് നെറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഫ്ലൈറ്റ് ലാൻഡായപ്പോൾ തന്നെ നെറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മൾ പെർമിറ്റ് എടുത്തിട്ടാണല്ലോ വരിക. ലക്ഷദ്വീപിൽ വരണമെങ്കിൽ പെർമിറ്റ് വേണം, പിന്നെ PCC വേണം. അപ്പോൾ ഇവിടെ എയർപോർട്ടിൽ തന്നെ അവർ ഫസ്റ്റ് പെർമിറ്റ് ചോദിച്ചു, എന്നിട്ട് അവർ ബാക്കി അതിൽ സീലൊക്കെ വെച്ചിട്ട് നമുക്ക് തന്നു. ഇനി നമ്മൾ എവിടെ പോകുമ്പോഴും ചോദിക്കുന്ന സ്ഥലത്തൊക്കെ നമ്മളിത് കാണിച്ചു കൊടുക്കേണ്ടി വരും. ഇവിടെ സീല് വെച്ചിട്ട് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ നമ്മൾ പോയി വന്നിട്ട് എന്തായാലും ഞങ്ങൾ എങ്ങനെ പോയി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ അതിന് ശേഷം ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇടാം. ഇപ്പം നമുക്കിങ്ങനെ ഓരോരോന്ന് ഞാൻ അപ്പം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ മറ്റേ ബെൽറ്റൊന്നുമില്ല, ലഗേജ് വരാനുള്ള ബെൽറ്റ് 1 ബെൽറ്റ് 2 അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല. നമ്മളോട് ഇവിടെ ഇരിക്കാനാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ലഗേജ് ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് ലഗേജ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളെ പിക്ക് ചെയ്യാൻ എന്തായാലും അവിടെ ആളുണ്ടാവും, നമ്മുടെ ബുക്ക് ചെയ്ത ആള്. അപ്പോൾ ആളെ പോയി കാണാം. സോ ടയർഡ്. അപ്പു ഉണ്ടോ മറ്റേ കിളിപോയ അവസ്ഥയാണ് അപ്പുവിന്. ഉറക്കം വന്നിട്ട് ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് ഒടുക്കത്തെ ഉറക്കമായിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ലഗേജ് കൊണ്ടുവന്ന് വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ബെൽറ്റൊന്നുമില്ല. ഇങ്ങനെ ഇവിടുത്തെ എംപ്ലോയീസ് തന്നെ ലഗേജസ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. ലഗേജ് ഉള്ളവർ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക, എന്നിട്ട് അവനാൻ്റെ പെട്ടി എടുത്തിട്ട് പോവുക. സോ സിമ്പിൾ. കാരണം അത്ര ചെറിയ എയർപോർട്ടാണ്, കുറച്ച് ആൾക്കാരേ വരുന്നുള്ളൂ. അപ്പം പിന്നെ അവർക്ക് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും. വെയില പറഞ്ഞിട്ട് ഇപ്പം മഴ പെയ്തു കേട്ടോ. എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ കടലാണ്. നമ്മൾ നാട്ടിൽ നിന്ന് പാക്കേജ് എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെ ട്രാവൽ പാർട്ട്ണർ എന്ന് പറയുന്നത് ഈസി ലിങ്ക് ട്രാവൽസ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ഗുഡ്. കാരണം നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല. ആള് കറക്റ്റായിട്ട് വന്ന് നിന്നുണ്ടായി. നമ്മളെ കാർ എടുത്ത് അവർ ലഗേജൊക്കെ അവർ തന്നെ എടുത്ത് വെച്ച് നമ്മളെ പിക്ക് ചെയ്ത് കൊണ്ടുപോയി. ആൻഡ് ലക്ഷദ്വീപിന്റെ ഫസ്റ്റ് വ്യൂ ഞാൻ കാണുന്നത് ഇതാണ് കേട്ടോ. ഞാൻ കാണുമ്പോൾ തന്നെ നിങ്ങളെയും കാണിച്ചു തരാണ്. കാണാൻ പറ്റാത്തവർക്കും ഇനി കാണാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ കൂടുതൽ കാഴ്ചകൾ ഞാൻ കാണിച്ചു. ഹലോ, അങ്ങനെ നമ്മളിവിടെ എത്തിയേ. ഇത് ആക്ച്വലി ഒരു വീടാണ്. വീട്ടിൽ നമ്മളൊരു റൂം നമുക്കിവിടെ കുറേ റൂമുകളുണ്ട്. അതിനകത്തൊക്കെ ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ലയെന്നാണ് തോന്നുന്നത്. പിന്നെ നമുക്ക് കിച്ചൺ, കോമൺ കിച്ചണാന്ന് തോന്നുന്നു. കിച്ചൺ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കാര്യമായിട്ടൊന്നുമില്ല, പ്ലേറ്റും ഗ്ലാസ്സസും പിന്നെ എന്തോ ഒരു സെറ്റപ്പ് സാധനം, മറ്റേ പ്ലേറ്റും ഗ്ലാസും ചായ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു ലിവിങ് ഏരിയ, ഇതൊക്കെ കോമൺ ലിവിങ് ഏരിയ ആണോ എന്നറിയില്ല. പിന്നെ പുറത്തേക്ക് വരുമ്പോൾ ആക്ച്വലി നല്ല ക്ലൈമറ്റാണ്, നല്ല കാറ്റും വെളിച്ചവും, നല്ല സമാധാനം ആണ്. ഇതിൻ്റെ മുറ്റം, ഇതിൻ്റെ ഇപ്പുറത്തും കടലാണ് അപ്പുറത്തും കടലാണെന്ന് തോന്നുന്നു.
ഒരു ചെറിയൊരു വഴിയാണ്. ആ വഴി കൂടെ മുന്നിൽ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കടലിലേക്ക് എത്തും. നമുക്ക് ഇനി വേറെ പരിപാടിയൊന്നുമില്ല. 12:30 ആകുമ്പോഴത്തേനും ഫുഡ് കൊണ്ടുവരും. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴാണ് നമ്മൾ പുറത്ത് പോകുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. ഇതിനകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടെ 2 ചെരുപ്പൊക്കെ കാണാനുണ്ട്, പക്ഷേ ആളില്ലാന്ന് തോന്നുന്നു. 3-4 റൂമുകളുണ്ട് അതിനകത്ത്. അതിലൊരു റൂം നമുക്ക് വേണ്ടി തുറന്നു വന്നിട്ടുണ്ട്. കിച്ചണൊക്കെ കോമൺ, ഞാൻ പറഞ്ഞ പോലെ കോമൺ ഏരിയ ആണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയാണ്. എന്താ ഇങ്ങനെ പിടിക്കണേ? ആംഗിള് നോക്കറാ. ഞാൻ പിന്നെ ക്യാമറാമാനെ ആണല്ലോ. അപ്പം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് കേട്ടു എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഭയങ്കര ഒച്ചപ്പാടിന്റെ ഇടയിലും ഞാനിങ്ങനെ പറയുമായിരുന്നു. ഓട്ടോ ഒക്കെ ഉണ്ട് കേട്ടാ, വണ്ടികളൊക്കെ വളരെ കുറവ്. കുഞ്ഞു റോഡ്. ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് മാത്രമേ ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റൂന്ന് എനിക്ക് തോന്നണേ. കാരണം ഈ ഒരു ഇടവഴി പോലത്തെ ഒരു സ്ഥലത്ത് കൂടെ എനിക്ക് കാറ് പോണത് നമ്മളിവിടെ തട്ടിയിട്ട് അവർ പോയത്. പക്ഷെ നമ്മൾ ആണെങ്കിൽ ബാക്ക് എടുത്ത് റിവേഴ്സ് എടുത്ത് അങ്ങനെ എടുത്ത് സൈഡ് നോക്കി ബാക്ക് നോക്കി കണ്ട് ഇവരും നല്ല ഒരേ സൈക്കിളും കൊണ്ട് പോകുന്ന പോലെ പോകുന്നുണ്ട്. ഗുഡ്, നല്ല പീപ്പിൾ, നല്ല വെൽക്കമിങ് ആയിരുന്നു. ഫസ്റ്റ് കാര്യം പറയട്ടെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡേ ലഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതില് ഫസ്റ്റ് ചോറാണ്. ഇത് നമ്മുടെ നാട്ടിലെ അരി പോലെയല്ല, വേറെ ഒരു അരിയല്ല. ഇപ്പൊ റേഷനറി പോലത്തെ അരി പണ്ട് സ്കൂളിലൊക്കെ കിട്ടുന്ന കഴിച്ചു നോക്ക്. പിന്നെ നമുക്ക് ഇതെന്തോ ഒരു കറിയാണ്. ഇതൊന്ന് സാമ്പാറാന്ന് തോന്നുന്നു. കുറെ കഷ്ണങ്ങളൊക്കെ ഉള്ള മുരിങ്ങാക്കോല കണ്ട്. ഇവർക്ക് ഇവിടെ പച്ചക്കറി ഒന്നും വരുന്നില്ല. ചേച്ചോ കഴിക്കൂ, ചേട്ടൻ ഞാൻ വരുന്നല്ലേ. പിന്നെ ഇതാ മുട്ട ഓംലേറ്റ് ഉണ്ട്. ഇത് സ്പൂൺ നമ്മളെ ഇത് തന്നായിരുന്നു അല്ലേ. ഇത് ചീരയാണോ എന്താണെന്ന് അറിയില്ല, മുരിങ്ങയോ എന്തോ ഒരു ഉപ്പേരി, എന്തോ ഒരു തരം അച്ചാറ്, പപ്പടം, വേറെന്തോ ഒരു. ഇതാണ് ലഞ്ച്. അപ്പൊ നമ്മള് ലഞ്ച് കഴിക്കട്ടെ. കണ്ണ് കാണുന്നില്ല. സാധാ നമ്മള് ഹോം സ്റ്റേയിലാണ് താമസിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഹോം മെയ്ഡ് ഫുഡ്. നമ്മള് ഇവിടെ അങ്ങനെ ഹോട്ടലൊന്നും ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. ഉണ്ടോ ഹോട്ടല്? ഒന്ന് കണ്ടുപിടിക്കണം. നമ്മൾ ഇതിനെ കുറിച്ചൊന്നും അറിവായിട്ടില്ല. നമുക്ക് ജസ്റ്റ് വന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ. ഇനി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം കിടന്ന് ഉറങ്ങി കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അപ്പം അപ്ഡേറ്റ് ചെയ്ത് തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എഡിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കാണാം. ഫുഡ് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആട്ടാ. ഈ പപ്പടമൊക്കെ കുറച്ച് ഹാർഡ് പപ്പടം. നമ്മൾ ഈ പണ്ട് ഈ അടുപ്പിൽ ചുട്ടെടുക്കൂലേ അതുപോലത്തെ പപ്പടം പോലെയാണ്. പക്ഷെ ഇവർ എണ്ണയിൽ കാച്ചിയത് തന്നെ ഒരു വെറൈറ്റി പപ്പടം. ഇവർക്ക് ഇങ്ങനെ കുറേ ലിമിറ്റേഷൻ ഇല്ലേ സാധനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടായിരിക്കും. ഇതെന്താ ഉപ്പേരി നോക്കട്ടെ. ചീരയല്ല, ഇത് മുരിങ്ങയല്ല, ചീരയല്ല, എന്തോരല്ല, എന്താ ഇലയാന്നറിയില്ല. ഇത് സാമ്പാറാണ്, പക്ഷെ നമ്മളെ സാമ്പാറല്ല, വേറെ എന്തോ ഒരു കറിയാണ്. കുഴപ്പമില്ല, 2 ദിവസം കഴിക്കുമ്പോൾ തന്നെ സെറ്റ് ആകുമായിരിക്കും. അപ്പോൾ നമ്മളെന്തായാലും കഴിക്കട്ടെ. അപ്പോഴും വിശന്നിട്ട് കണ്ണ് കാണാമല്ലോ കേട്ടോ. അപ്പോൾ കഷ്ടപ്പെട്ട് തിന്നുന്നുണ്ട്. മോശം പറയാനൊന്നുമില്ല, ബട്ട് നമുക്ക് വായിക്ക് പിടിക്കുന്ന ഒരു ടേസ്റ്റ് അല്ല. ഉപ്പൊക്കെ കുറച്ച് കുറവാ എല്ലാത്തിനും അല്ലേ, ഉപ്പില്ല. പക്ഷെ കുഴപ്പമില്ല, ഓരോ നാട്ടിലും ഓരോ പോലെയല്ലേ. നമ്മൾ കഴിച്ചിട്ട് വരാം. ഓക്കെ ഗായ്സ്, നമ്മൾ ഇപ്പോൾ വൈകുന്നേരം റെഡിയായിട്ട് പുറത്തിറങ്ങി കേട്ടോ. ഇത് സൈറ്റ് സീയിങ്ങിന് വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ഒന്ന് ഇങ്ങനെ സൈറ്റ് സീയിങ്ങിന് വേണ്ടി വന്നേക്കാണ്. അപ്പോൾ നല്ല ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു മേക്കപ്പ് ഓവറായ പോലെ ഉണ്ടോ. ലിപ്സ്റ്റിക് ഓവറ മേക്കപ്പ് ഞാൻ കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡ് ഇട്ടതായിരുന്നു ഫോട്ടോയിലൊക്കെ രസത്തിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് നമ്മൾ പോയത് ഒരു മ്യൂസിയം കാണാനുണ്ടോ. മ്യൂസിയം എന്നൊന്നും പറയാനില്ല, ഒരു കുറച്ച് പെയിൻറ്റിങ്സ്, അവരുടെ കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെയും ചെമ്പും ചിരട്ടയെന്ന് പറഞ്ഞ പോലെ കുറച്ച് സാധനങ്ങളുണ്ട്. അതാണ് ഫസ്റ്റ് ഒരു ഡെസ്റ്റിനേഷൻ പോലെ അവിടെ പോകാൻ. ലക്ഷദ്വീപിലെ പല പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓരോ സാധനങ്ങളാണ് മ്യൂസിയത്തിലുള്ളത്. ഒരുപാട് സംഭവങ്ങളില്ല. ഇതെന്താ ഇവരുടെ ലിപിയാണോ? ഇത് എന്തോ അറബി എന്തോ തോന്നുന്നു. വലിയ തിമിംഗലത്തിന്റെ നട്ടലിന്റെ ഒരു അമ്മേ ഇതോ. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്, നമ്മൾ സ്റ്റേ ചെയ്യുന്നതും അഗാട്ടി ഐലൻഡിലാണ് കേട്ടോ. അഗത്തി എന്നാണ് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, ബട്ട് അഗാട്ടി.
ഒന്നും മനസ്സിലാവില്ല, മൊത്തം വരച്ച് കാണില്ല. നല്ല കാറ്റുണ്ടല്ലേ. ഫസ്റ്റ് ഇവർ കൊണ്ട് കാണിച്ചത് ഈ അഗാട്ടി എന്നൊക്കെ ബോർഡ് വെച്ചത് കണ്ടില്ലേ, അവിടെയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് അത് കുറെ ദൂരെയാന്നാ വിചാരിച്ചത്. പക്ഷെ നമ്മളെ റൂമിൽ നിന്ന് തൊട്ടു മുന്നിലുള്ള സംഭവമായിരുന്നു അത്. ഫസ്റ്റ് ടൈം എന്നുള്ള രീതിയിൽ നമ്മൾ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അടുത്ത വ്യൂ പോയിന്റ്, അടുത്ത ഡെസ്റ്റിനേഷൻ പോലെ ബീച്ചിന്റെ പല പല ഭാഗങ്ങളിലേക്ക് നമുക്ക് ഇവിടെ പോകാനുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ പോകുന്ന ഭാഗത്ത് കാണുന്ന കാഴ്ചകളാണ് ഇത്. ഭയങ്കര ലക്ഷറിയസ് ആയിട്ട് നിങ്ങൾ ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്, കാരണം അത്രയും ഇൻ ടു ദ നേച്ചർ പരിപാടിയാണ് കേട്ടോ ഇവിടെ. പിന്നെ എല്ലാ സ്ഥലത്തും പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും നമുക്കൊരു കാറും ഒരു ഡ്രൈവറും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ഭയങ്കര കാറ്റാണ്. ഈ നോക്ക്, ഇതാണ് അവസ്ഥ. എങ്ങനെ ഹെയർ സ്റ്റൈൽ കെട്ടിയിട്ട് കാര്യമില്ല, പൊന്നുമടത്തിൽ ലക്ഷ്മിക്കുട്ടിയാവും അവസാനം. മുടി നിൽക്കുന്നേ ഇല്ല. ഇനി എല്ലാം കൂടെ അതാണ് പ്രശ്നം. ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ ബ്യൂട്ടിഫുൾ വ്യൂ കണ്ടു. അത് അപ്പൂനെ പിന്നെ ബീച്ചിലെത്തി കഴിഞ്ഞാൽ പിന്നെ അപ്പൂനെ കാണില്ല, അപ്പൂ മിസ്സിങ് ആവും. ഞാൻ മറ്റേ ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് വന്ന പോലെയാണ്. എപ്പോഴും നമ്മൾ ട്രിപ്പ് പോരുമ്പോൾ അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. നമ്മൾ മറ്റേ ബ്രദർ സിസ്റ്റർ വൈബിലാണ് ഞങ്ങൾ നടക്കാറുള്ളത്. ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, ആരും പറയില്ല. അങ്ങനെ അവൻ അവൻ്റെ പട്ടണി, ഞാൻ എൻ്റെ പട്ടണി, അങ്ങനെയാണ് നമ്മൾ നടക്കാറുള്ളത്. ഇന്നും അതുപോലെ തന്നെയാണ്. അത് കണ്ടോ, എന്നായിട്ട് എന്തെങ്കിലും പരിചയമുണ്ടോ? ഇല്ല, ഞാനിവിടെ ഒറ്റയ്ക്ക്. ഇവിടെ ആരെങ്കിലും നല്ല നല്ല ആൾക്കാർ കിട്ടിയൊന്ന് വളച്ചിട്ട് സെറ്റപ്പ് ആക്കണം. ഇവിടെ ആരുമില്ല. ഒന്നും കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. അയ്യോ, ഇപ്പൊ കുറച്ച് ശക്തി കൂടുതലാണ്, ഇറങ്ങരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവര് പറഞ്ഞു ഡാർക്ക് ഷെയ്ഡ് കടലിലേക്ക് ഒരിക്കലും ഇറങ്ങരുത്, ആഴം കൂടുതലാണ് എന്നും പറഞ്ഞു തന്നു. അപ്പൊ നമ്മൾ ഇറങ്ങുന്നൊന്നുമില്ല, ഇന്ന് ജസ്റ്റ് കാണാനായിട്ട് വന്നതാണ്. ഇവിടെ എവിടെ ഊഞ്ഞാലുകളിലൊക്കെ ഈ നാടാന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാ. ഊഞ്ഞാല് പോയിട്ടൊന്നും കാണാനൊന്നുമില്ല. അമ്മ ആ തിരയൊക്കെ നോക്ക്, നല്ല ശക്തി ഉണ്ട് കേട്ടാ. ഭയങ്കര ശക്തിയിലാണ് തിര വരുന്നത്. അപ്പോ നീ എന്റെ കൂടെ വന്ന ആളാണോ? എന്റെ കൂടെ വന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം കാണാണ്ടാവുന്നുണ്ട്. എന്നാ എന്ത് തെറ്റിക്കാന്നല്ലോ. പോട്ടെ, അതിനുള്ളിൽ തിരികെ. അയ്യോ, അതിനെ കൊണ്ട് ഇപ്പൊ തനിയും കടല് കണ്ട. ഈ കടലൊരു ഡാർക്ക് ഷെയ്ഡ് കണ്ട. ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡുള്ള കടലിലേക്ക് ഇറങ്ങരുത് എന്നാണ് ഇവിടുന്ന് പറഞ്ഞു തന്നത്. കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടും. നമ്മൾ വിചാരിക്കും ആഴമില്ലാന്ന്, പക്ഷെ ഭയങ്കര ആഴാണ് എന്നാ പറഞ്ഞത് കേട്ടോ. പിന്നെ കണ്ടോ, ഭയങ്കര കടലിന് കുറച്ച് ശക്തി കൂടുതലായിന്ന്. ഇവിടെ അധികം അങ്ങനെ തിര അടിക്കലില്ലല്ലോ, തിര കുറവാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് അടിച്ച് കയറുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇറങ്ങാൻ പാടില്ല കേട്ടോ. നമ്മളെ നാട്ടിൻപുറത്തെ കടൽ പോലെ ആയിപ്പോയല്ലോ ഇത്. അനുസരണയില്ലാത്ത കടല് കലക്കവെള്ളം പോലെ വരുന്നുണ്ടോ? ഇവര് പറയുന്നത് ഇങ്ങനെ കലങ്ങാറൊന്നും ഇല്ലാന്നാ. കുറച്ച് സമയം നമ്മൾ അവിടെ ഇരുന്നിട്ട് നിങ്ങളോടാണ് സംസാരിക്കുന്നത്, പക്ഷെ കാറ്റിന്റെ ശക്തി കൊണ്ട് ഞാൻ പറയണ ഒന്നും കേൾക്കാനില്ല. കഴിഞ്ഞ ക്ലിപ്പുകളിൽ നിങ്ങൾക്ക് കാറ്റിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഇതിനകത്ത് കാറ്റ് മാത്രമേ കേൾക്കാനുള്ളൂ. ഞാൻ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എത്ര സ്റ്റൈലായി വന്നിട്ടും കാര്യമില്ല. മുടിയൊക്കെ മറ്റേ നമ്മൾ ബഹിരാകാശത്ത് പോയ സ്പേസിൽ പോയ അവസ്ഥയാണ്, കാരണം മുകളിലേക്കാണ് എല്ലാം നിൽക്കുന്നത്. പിന്നെ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ കാറ്റാണെങ്കിൽ സഹിക്കാം, ഇത് പണ്ടാറടങ്ങാനായിട്ട് മണലും കൂട്ടിയിട്ടാണ് വരുന്നത്. ഭയങ്കര വേദനയാവുന്നത് കൈയും മുഖവും ഒക്കെ, കാരണം അത്ര ശക്തിക്കാണ് അടിക്കുന്നുണ്ടായിരുന്നത്. അത്തേനും സമയം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ എന്നാലും കടല് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയുള്ള ആൾക്കാർ നമുക്ക് പറഞ്ഞു തന്നു ഇത് ആക്ച്വലി ഇപ്പോഴൊന്നും മഴയും കാറ്റൊന്നും വരാറില്ല, പക്ഷെ ഇപ്രാവശ്യം ഭയങ്കര ബാഡ് സീസൺ ആണ്. നിങ്ങൾക്ക് നമ്മളെ നാട്ടിൽ ഭയങ്കര മഴയായതിന്റെ എഫക്റ്റും ഈ ന്യൂനമർദ്ദത്തിന്റെ സംഭവമൊക്കെ ഇവിടെ ഭയങ്കര കാറ്റായിട്ടാണ് അടിക്കുന്നുണ്ടായിരുന്നത്. കുറച്ച് അപ്പുറത്ത് പോയപ്പോൾ ഉണ്ടായിരുന്നു ഊഞ്ഞാലാട്ടോ. ഇത് എനിക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കയറിയില്ലേ. അപ്പോൾ 2 ആട്ടം ആടി. പിന്നെ ലൈറ്റിംഗ് ഒക്കെ കുറവായിട്ട് വരുമായിരുന്നു. നല്ല മര്യാദയ്ക്ക് 2 ഫോട്ടോ പോലും കിട്ടിയില്ല ഈ ഡ്രസ്സിൽ. ഹലോ, അപ്പോൾ പുറത്തൊക്കെ പോയി വന്നിട്ട് നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ടിരിക്കുക കേട്ടോ. ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഉറങ്ങിയില്ല, പിന്നെ ഇവിടെ വന്നിട്ട് ഉറങ്ങിയില്ല. അപ്പോൾ ഫ്ലൈറ്റിൽ നിന്നും ഇവിടെ വന്നിട്ടൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര, അപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇരുന്നു. അന്നേരം എനിക്ക് അത്ര ക്ഷീണം ഉണ്ടായിട്ടില്ല. പിന്നെ പുറത്ത് പോയി വന്നപ്പോഴത്തേനും ഭയങ്കര ക്ഷീണമായി. പുറത്ത് പോയപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു, കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഞാനിപ്പോൾ വെറുതെ ആ വീഡിയോ ഗാലറിയിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു കേൾക്കോ ഇല്ലേന്ന് ഉറപ്പില്ലാണ്ട് ഞാൻ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നത്. ബിക്കോസ് അത്ര കാറ്റെന്ന് പറഞ്ഞാൽ മഴയില്ല. നമ്മൾ വന്ന സമയത്ത് ഒരു മഴ പെയ്തു, പിന്നെ മഴ ഉണ്ടായിട്ടില്ല, പക്ഷെ ഭയങ്കര കാറ്റ്, കൊടുങ്കാറ്റ് പോലത്തെ കാറ്റാണ്. അപ്പം അതുകൊണ്ട് ലൈക്ക് ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല. നമ്മൾ കുറേ സമയം ബീച്ചിലിരുന്നു. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം ഒരു ചായ കുടിച്ചു, ചായയും സാൻഡ്വിച്ചും കഴിച്ചു.
പിന്നെ ഇനിയിപ്പോൾ നൈറ്റിലെ ഫുഡ് നമുക്ക് കൊണ്ടുതരും, അന്നേരം കഴിക്കണം. ഇപ്പോൾ ഉറക്കം കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. പുറത്ത് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നടന്നു കഴിഞ്ഞാൽ ബീച്ചാണ്. എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോയി ഇരിക്കാൻ പറ്റും, ആരും ഒന്നും പറയൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ കുറച്ച് സമയം അവിടെ പോയിരിക്കും. കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. പിന്നെ അപ്പൂന് പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ, അതുണ്ടെങ്കിൽ പിന്നെ അത് മതിയല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ പോയി കണ്ടിട്ട് വെറുതെ ഇരിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് ഫുഡൊക്കെ കഴിക്കാം എന്നുള്ള മൈൻഡിലാണ് ഉള്ളത്. അപ്പോൾ ലക്ഷദ്വീപിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷദ്വീപ് ഇസ് നോട്ട് ഫോർ എവ്രി വൺ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമല്ല ലക്ഷദ്വീപ്. ഇപ്പോൾ ഒരു ട്രിപ്പ് എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര ലക്ഷറി ആയിട്ട് ഭയങ്കര ഷോപ്പിംഗ് ക്രേസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ നല്ല അടിപൊളി ബിൽഡിങ്സ്, നല്ല നല്ല ഇങ്ങനെ എന്താ പറയുക ഹിസ്റ്റോറിക്കൽ പ്ലേസസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ വന്ന ഈ ഐലൻഡിലോ അല്ലെങ്കിൽ ലക്ഷദ്വീപിലേക്കോ വന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫോൺ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു റിയൽ ലൈഫ് ഉണ്ടല്ലോ, കുറച്ച് ഭയങ്കര എക്സ്ട്രാ ലക്ഷറി നമ്മൾ കാണിക്കാൻ വേണ്ടി ഓടിപ്പടങ്ങി ജീവിക്കുന്ന ആ ഒരു ജീവിതത്തിൽ നിന്ന് മാറി നമുക്ക് കുറച്ചധികം സാധാരണക്കാരെ കൂടെ മിങ്കിൾ ചെയ്ത്, ഇവിടെ വലിയ ഷോപ്പ് പോലും ഇല്ല, നമുക്കൊരു വലിയ സൂപ്പർ മാർക്കറ്റ് പോലും ഇല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പിക്ക് ചെയ്ത് പോയി വാങ്ങിക്കാനൊന്നും അങ്ങനത്തെ ഒരു പരിപാടിയില്ല. കിട്ടുന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല. ബീച്ച് വൈബ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് എന്താ പറയാ ഇൻ ടു ദ നേച്ചർ പരിപാടിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റുന്ന സ്ഥലമാണ്. ഭയങ്കര ആളും ബഹളവും അങ്ങനെ ഭയങ്കര വണ്ടി മെട്രോപൊളിറ്റൻ സിറ്റീസ് അങ്ങനത്തെ മൈൻഡുള്ള ആൾക്കാർക്ക് പറ്റുന്ന സ്ഥലമല്ല. പീസ്, ചുമ്മാ പീസ്. അവിടെ തിരിഞ്ഞാലും പീസ്, ഇവിടെ തിരിഞ്ഞാലും പീസ് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അഗാട്ടി ഐലൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. നാളെ നമ്മൾ വേറെ സ്ഥലത്ത് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ടായി. പക്ഷെ ഇപ്പൊ നമ്മളുള്ളത് അഗാട്ടി ഐലൻഡിലാണ്. നമ്മൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തത് നമ്മളെ ട്രാവൽ പാർട്ട്ണർ എന്ന് പറയുന്നത് ഈസി ലിങ്ക് ട്രാവൽസ് ആണ്. ഈസി ലിങ്ക് ട്രാവൽസ് ത്രൂ ആണ് നമ്മൾ വന്നത്. നമ്മുടെ പാക്കേജസും നമ്മുടെ ബാക്കി അക്കോമഡേഷൻസ് എല്ലാ കാര്യങ്ങളും അവരാണ് നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോയ പോലെ അവർ ത്രൂ പോകാൻ ആഗ്രഹമുള്ള ആരെങ്കിലും നല്ല രീതിയിൽ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് പാക്കേജസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് എൻക്വയറി ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അവർ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലേസസിലേക്കൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഫോർഡബിൾ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് തരുന്ന ഒരുപാട് നല്ല പാക്കേജസ് അവരുടെ കയ്യിലുണ്ട്. അപ്പം ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നമ്മളെ തൊട്ട് മുന്നിലുള്ള സൈഡിലുള്ള ഒരു ഏരിയ ആണ് ഇത്. അവിടെ ഒരുപാട് ചേട്ടന്മാർ മീനെ പിടിക്കുന്നുണ്ട്. ഇപ്പം കടൽ ഭയങ്കര രൂക്ഷമാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവർക്ക് ബോട്ട് എടുത്തിട്ട് ഉൾക്കടലിൽ പോയിട്ട് മീനെ പിടിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ പേര് ഇങ്ങനെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള മീനൊക്കെ ഇങ്ങനെ ഈസി ആയിട്ട് അവർ പിടിച്ചെടുക്കുന്നുണ്ട്. കുറേ മീൻ ഇങ്ങനെ തുള്ളി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൂനെ കാണുമ്പോൾ ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്. കാരണം അപ്പൂന് ഇത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പു ഇപ്പൊ ഈ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ചേട്ടനെ നമ്മൾ ജസ്റ്റ് അവിടുന്ന് പരിചയപ്പെട്ടതാണ് കേട്ടോ. ചേട്ടന്റെ പേര് സക്കറിയ എന്നായിരുന്നേ. ഇത്രയും സ്നേഹമുള്ള മനുഷ്യന്മാരെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതിനു മുന്നേ കണ്ടിട്ടില്ലേ. കാരണം എത്ര സ്നേഹത്തോടെ അവർ നമ്മളോട് പെരുമാറണേന്നറിയാം. ഒരുപാട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന്റെ ഇടയിൽ നമ്മൾ പറഞ്ഞു നമുക്ക് ഇവിടുത്തെ വെള്ളം പിടിക്കുന്നില്ല എന്ന്. അപ്പൊ വെള്ളം അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ആ ദ്വീപിലെ ഏറ്റവും വലിയൊരു കട കാണിച്ചു തരാൻ നമ്മളെ കൂടെ ചേട്ടൻ ഒരുപാട് ദൂരം നടന്നു വന്നു കേട്ടോ. കടയിലെത്തിയപ്പോ കടയത്തെ ചേട്ടൻ പരിചയപ്പെടുത്തി തന്നൊരു സാധനമാണ് ഇത്. ലക്ഷദ്വീപ് സ്പെഷ്യൽ ഹൽവ ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. പക്ഷെ ഈ സംഭവം ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതേ സെയിം ടേസ്റ്റുള്ള സാധനം ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള ഒരു തേങ്ങാ ബർഫി പോലത്തെ ഒരു ഐറ്റം ആണ്. പക്ഷെ ഹലോ ഗൈസ്, ഇപ്പൊ സമയം 11:10. ഞങ്ങൾ രണ്ടാളും പിന്നെ അപ്പുറത്ത് കടലും ഞങ്ങള് വെള്ളം വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. ഞങ്ങക്ക് ഇവിടുത്തെ വെള്ളം അത്ര പിടിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങള് വിചാരിച്ചു വെള്ളം വാങ്ങിക്കാണ്ട് കുട്ടി സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ആ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മള് വെള്ളം മേടിച്ചു. പിന്നെ നമ്മള് ഇവിടെ കുറെ ചേട്ടന്മാര് മീൻ പിടിക്കുന്നുണ്ടായി. അപ്പൊ മീൻ പിടിക്കുന്നത് കണ്ടു, കുറെ മീനിനെ കണ്ടു. ഞാനൊക്കെ വീഡിയോയില് കണ്ടില്ലേ. അപ്പൊ നമ്മള് പെട്ടെന്ന് മഴ വന്നേ. പെട്ടെന്ന് മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ വന്നു. അപ്പൊ നമ്മള് മഴ വന്നപ്പോ ഞങ്ങൾ ഓടിപ്പോകും. പക്ഷേ ലക്ഷദ്വീപിൽ വന്ന ഒരൊറ്റ ഇതുണ്ട്, ഭയങ്കര കാറ്റില്ലേ. ഉപ്പ് കാറ്റടിച്ച് വെച്ച് കരിമാണ്ടി ആയിപ്പോയി. വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ തന്നെ എന്റെ മുഖത്ത് എനിക്ക് തന്നെ കാണാൻ കുഴപ്പമില്ല. പിന്നെ നമുക്ക് നമ്മളവിടുന്ന് മഴയത്ത് ഓടി രക്ഷപ്പെട്ടപ്പോ നമുക്കൊരു ചേട്ടനെ നമ്മള് പരിചയപ്പെട്ടു. ചേട്ടന്റെ പേരാണ് സക്കറിയ. ഇപ്പൊ നേരത്തെ കണ്ടില്ലേ, എന്ത് നല്ല മനുഷ്യന്മാരാ ഇവിടെയുള്ള ആൾക്കാർ. ഭയങ്കര സ്നേഹമുള്ള മനുഷ്യൻ.
ആള് ഇങ്ങനെ കുറേ ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചും അതും ഇതും അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇപ്പൊ ക്ലൈമറ്റ് മോശമായതുകൊണ്ട് നമ്മൾ അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല, ഇവിടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഇനി എപ്പോഴാ വരണ്ടേന്ന് പറഞ്ഞു തന്നു. അങ്ങനെ നല്ലൊരു മനുഷ്യൻ. പെട്ടെന്ന് വേണ്ട ഒരു പെരുമഴ വന്നുകൊണ്ട് നമുക്ക് വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഡേ 1 ഇവിടെ അവസാനിക്കാണ്. ഡേ 2 ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പം